ാണ് എടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഷോൾഡർ എടുക്കും കേട്ടോ. ഷോൾഡർ എടുത്തിട്ട് ഇതുണ്ട് ഈ ബോൺ മുതൽ ഈ ബോൺ വരെയാണ് ഷോൾഡറിൻ്റെ ലെന്ത്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ സ്ലീവിൻ്റെ ഇറക്കം കണ്ടുപിടിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിവിടെയാണ് ഈ കുഞ്ഞിൻ്റെ ബോൺ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഫുൾ സ്ലീവാണ് ആദ്യം എടുക്കുന്നത്. അപ്പം ഇവിടുന്ന് ഇവിടം വരെ വന്നേക്കുന്ന നീളം 18.5. ഓക്കെ, 18.5 എടുത്തിട്ട് അവിടുത്തെ വണ്ണം എടുക്കണം. 18.5 എടുത്തതിൻ്റെ അവിടുത്തെ വണ്ണം 7 ഇഞ്ച്. അപ്പോൾ ഈ 7 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ ഈ ടേപ്പ് ഇങ്ങനെ ഒന്ന് നോക്കണം. 7 ഇഞ്ച് എടുത്ത് ഇത് ഊരി പോരുന്ന രീതിയിൽ വേണം നോക്കാൻ. അപ്പോൾ 7 പോരാ 7.5 വേണം കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. സ്ലീവിൻ്റെ ലെന്ത് നമ്മൾ എവിടെ ഇറക്കം വേണ്ടതെന്ന് വെച്ചിട്ട് അവിടം വരെ ഞാനിപ്പോൾ എടുക്കുന്നത് കുഞ്ഞിന് ഫുൾ സ്ലീവിൻ്റെ അളവാണ് എടുക്കുന്നത്. 18.5 അവിടുന്ന് വണ്ണം വന്നേക്കുന്നത്, സ്ലീവിൻ്റെ വണ്ണം വന്നേക്കുന്നത് 7.5. ഓക്കെ, നമ്മളിത് 7.5 എടുത്തിട്ട് നമുക്ക് ഈ കൈ ഇങ്ങനെ കയറ്റി ഇറക്കുന്ന രീതിയിൽ വേണം ഈ ലൂസ് നോക്കാനായിട്ട്. അപ്പം നമുക്ക് നല്ല ടൈറ്റായിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് വണ്ണം കുറയ്ക്കണം. ഓക്കെ, ഫുൾ സ്ലീവിൻ്റെ അളവ് ഇതേപോലെയാണ്. ഇനി 3/4 അതും ഇവിടുന്ന് എവിടം വരെ ലെന്ത് വേണ്ടതെന്ന് വെച്ചാൽ അവിടം വരെ. ഞാനിത് കുഞ്ഞിനെടുക്കുന്നത് 14 ഇഞ്ച്. 3/4 അളവ് 14 ഇഞ്ച്. രണ്ടാമത്തെ കൈയുടെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ 14 ഇഞ്ചിൻ്റെ എടുത്തിട്ട് അവിടുത്തെ വണ്ണം എത്രയാണെന്ന് വെച്ചിട്ട് നോക്കണം. 7.5 ഇഞ്ച്. അവിടുത്തെ വണ്ണം 7.5 ഇഞ്ച്. ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ അവിടുത്തെ ലൂസ് കൈവണ്ണം 7.5 ഇഞ്ച്. അത് കഴിഞ്ഞിട്ട് ഹാഫ് സ്ലീവ്, മൂന്നാമത്തെ കൈ ഹാഫ് സ്ലീവ് ഇപ്പോൾ എന്താ 6 ഇഞ്ച്. 6 ഇഞ്ച് കൊടുത്തിട്ട് അവിടുത്തെ വണ്ണം എടുക്കണം. നമ്മുടെ വണ്ണം എത്ര വേണ്ടതെന്ന് വെച്ചിട്ട് അവിടുത്തെ ആ ഇറക്കം എടുത്തതിൻ്റെ അനുസരിച്ച് വണ്ണം എടുക്കണം. 9 ഇഞ്ചാണ് ഇവിടുത്തെ വണ്ണം വന്നേക്കുന്നത്. ഇപ്പം ഞാൻ 3 സ്ലീവിൻ്റെ അളവ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആപ്പോൾ എടുക്കുന്നത് ഇതേപോലെ ഇങ്ങനെയാണ് കണ്ടോ, ഈ രീതിയിലാണ് ആംപോൾ എടുക്കുന്നത്. അപ്പം 3 മനസ്സിലായല്ലോ. ഷോൾഡർ എടുത്തിട്ട് വേണം ആ ബോൺ കണ്ടുപിടിച്ചിട്ട് വേണം സ്ലീവിൻ്റെ ഫുൾ സ്ലീവ് എടുക്കാൻ. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഫുൾ സ്ലീവ് എടുത്തിട്ട് അതിൻ്റെ വണ്ണം. പിന്നെ 3/4 എടുക്കുമ്പം ഇവിടുന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് ഇറക്കം എവിടെയാണെന്ന് വെച്ചാൽ അവിടുത്തെ വണ്ണം. പിന്നെ ഹാഫ് സ്ലീവ് എടുക്കുമ്പോൾ അവിടുത്തെ വണ്ണം എടുത്തിട്ട് ഇങ്ങനെയാണ് സ്ലീവിൻ്റെ അളവ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.